ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ജോഹന വ്ലോഗ്. സോ ഇന്ന് ഞാനൊരു ഫ്ലോറൻസ ഗാർഡനിൽ നിന്ന് ഞാൻ അന്ന് പോയപ്പോൾ നിങ്ങൾക്ക് ഫ്ലോറൻസ ഗാർഡൻ ഖത്തറിലുള്ള ഒരു വളം മാനുവലൊക്കെ വാങ്ങിക്കാൻ ഒരു ഷോപ്പാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോ ആ സമയത്ത് എല്ലാവരുടെ അടുത്തും ഞാൻ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോ ആ സമയത്ത് നമ്മൾ അവിടെ നിന്ന് വന്നു കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ദിവസം ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ എൻ്റെ ഫാദർ അങ്ങോട്ട് വീണ്ടും പോയിട്ടുണ്ടായിരുന്നു. സോ ആ സമയത്ത് നമ്മൾ ചെടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണ് ഈ ചെടിയാണ് ഗൈസ്, ആ ചെടി. സോ ഗൈസ്, ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഇതൊരു മുള്ളു പോലത്തെയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ ഒക്കെ ഒരു ആർട്ടിഫിഷ്യൽ, തൊടുമ്പോഴാണെങ്കിലും ആർട്ടിഫിഷ്യൽ ചെടിയുടെ ലുക്കുണ്ട്. പക്ഷേ ആർട്ടിഫിഷ്യൽ ചെടി ഒരിക്കലും പറഞ്ഞിങ്ങനെ പോരത്തില്ല. അതിന് വെള്ളത്തിൻ്റെയോ സൂര്യപ്രകാശത്തിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. പിന്നെ അതിന് എന്തിനാണ് ഇങ്ങനെ ഒറിജിനലായിട്ടുള്ള സാൻഡ് വേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ ഇത് നമുക്ക് ഒറിജിനലാണ്, പക്ഷെ എന്നാൽ ഫേക്ക് പോലെ തോന്നിക്കുന്നൊരു പ്ലാന്റാണ്. കണ്ടില്ലേ, ഇത് ഫേക്ക് അല്ല ഗൈസ്, ഒറിജിനൽ തന്നെയാണ്. സോ ഫേക്ക് പോലെ നമുക്ക് തോന്നിക്കും, പക്ഷേ എന്നാൽ ഒറിജിനലാണ്. ഇന്നും കൂടി ഞാൻ കണ്ടല്ലോ, ഇതിൻ്റെ അത്ര വെള്ളമൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ സൂം ചെയ്യേണ്ടി വരും, ഇതിൻ്റെ അകത്തൊക്കെ വെള്ളമൊക്കെ കാണണം എന്നുണ്ടെങ്കിലും. പിന്നെ ഇന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ വിഷ്വൽ മാത്രം ക്ലിയർ ഒന്നും ആയിരിക്കില്ല, കാണാനും അത്ര അധികം ഒന്നും ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. കാരണം ഇന്ന് ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ്, ആരും ഷൂട്ടിങ്ങിനില്ല. സോ എല്ലാ ദിവസവും ക്യാമറ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് പിന്നെ അമ്മേനും കൂടെ ചേർന്നിട്ടാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെയായിരുന്നു ക്യാമറ എല്ലാം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഞാൻ ക്യാമറ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് പാടാണ്. കാരണം എൻ്റെ ഇൻട്രൊഡക്ഷനും പിന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ബാക്ക് ക്യാമറയിലൂടെ സൂം ചെയ്യാനുള്ളൂ. ഇപ്പം ഞാൻ ഫ്രണ്ട് ക്യാമറയിലൂടെയാണ് ഇതെല്ലാം സൂം ചെയ്തുകൊണ്ടിരിക്കുന്നതും കാണിക്കുന്നതല്ല. സോ ഞാൻ ഇന്ന് പറഞ്ഞു തന്നിട്ടുള്ളത് ഈ ഒരു ക്യാമറയിലൂടെയാണ്. സോ ഈ ഒരു ചെടി കണ്ടല്ലോ, ഫ്ലോറൻസ ഗാർഡനിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ്. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിനൊരു ഇതുണ്ട്, ഇവിടെ കരിഞ്ഞു പോയി, ഇവിടെയൊക്കെ കരിഞ്ഞു പോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഒറിജിനൽ പ്ലാന്റ് ആണെന്ന്. ഞങ്ങളിത് സൂര്യപ്രകാശത്തിനൊക്കെ മുന്നേ കൊണ്ട് വെച്ചിരുന്നു. ഇത് ഒറിജിനൽ പ്ലാന്റാണ്, ഹോമിൽ തന്നെ വളർത്തണം. പക്ഷേ സംടൈംസ് ഇറ്റ് ഷുഡ് ഗെറ്റ് സൺലൈറ്റ്സ് ആയിരുന്നു, എങ്കിലാണ് ഈ പ്ലാന്റിനൊരു ചെറിയൊരു ഗ്രോത്തൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് കണ്ടില്ലേ, നല്ല രസമാണ്. ഇത് കണ്ടില്ലേ, ഇതിനെ കുറച്ചൊക്കെ ഇങ്ങനെ കിള്ളി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കിള്ളിയൊക്കെ എടുക്കുന്നുണ്ട്. എനിക്കിത് കിള്ളി എടുക്കുമ്പോൾ എന്തൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ. ഇത് ഒറിജിനലാണ്. സോ ഫേക്ക് പ്ലാന്റ്സ് കണ്ടില്ലേ, ഇതുപോലത്തെ ഫേക്ക് പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ കിള്ളുമ്പോഴാണെങ്കിലും ഈ സാധനം വരത്തില്ല. ഇതൊക്കെ ഫേക്ക് പ്ലാന്റ്സ് ആണ്. പിന്നീട് നമ്മുടെ ആകെ ഉണ്ടായിരുന്ന ഫിഷ് കുട്ടൻ ഡെഡായിപ്പോയി. പിന്നീട് നമ്മൾ ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആക്വാറിയത്തിൻ്റെ അകത്ത് ഒന്നുമില്ലാത്തെങ്കിലും കൂടി ഞാൻ അതൊന്നും വെച്ച് കൊടുത്തു. പിന്നീട് നമ്മളാണല്ലോ ഇതുപോലത്തെ ഒരു ഫേക്ക് പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഈ ബോട്ടിൽ ഞാൻ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളൊരു ബോട്ടിലാണ്. സൗണ്ടിന് എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. ഇത് ഞങ്ങളൊരു പ്ലാന്റൊക്കെ നട്ടു വെച്ചിരുന്നൊരു പ്ലാന്റായിരുന്നു. പക്ഷെ ആ പ്ലാന്റ് കേടായി ചീഞ്ഞു പോയി. വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് പിന്നെ ആ കുപ്പി കളയണ്ടെന്ന് വെച്ചിട്ട് ഞാൻ മേടിച്ചിട്ട് ആ സാധനം പെയിൻ്റൊക്കെ ചെയ്തെടുത്ത്. അതിനുശേഷം അതിൻ്റെ അകത്ത് അമ്മ ഒരു ഫേക്ക് പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഫേക്ക് പ്ലാന്റിൻ്റെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ആ ഫേക്ക് പ്ലാന്റ് ഇതിൻ്റെ അകത്ത് വെച്ചു. ഇത് ഒറിജിനലാണ്, കണ്ടല്ലോ, കിള്ളിയെടുക്കാനൊക്കെ പറ്റും. പക്ഷേ സാധനം കിള്ളിയെടുത്ത് അമ്മേനെ കൊല്ലും. പക്ഷേ എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കിള്ളുന്നു. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ചെടിയെല്ലാം കാണിച്ചിരുന്നത്. കയറാൻ പോലും പറ്റുന്നില്ല, കയറിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ കാണിച്ചിരുന്നു എന്നെ നിങ്ങളാരും ഉൾക്കൊള്ളുന്നില്ല. ഇത് കണ്ടില്ലേ, നമ്മൾ ഇതിൻ്റെ അകത്ത് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതും ഒറിജിനൽ പ്ലാന്റാണ്. ഇത് രണ്ടും ഒറിജിനൽ പ്ലാന്റാണ്. ഇത് രണ്ടും ഫേക്ക് പ്ലാന്റ്സ് ആണ്. ഇതൊക്കെ നമുക്കിങ്ങനെ ഇത് നമ്മൾ ക്രിസ്മസ് ട്രീ നടാനായിട്ട്, ക്രിസ്മസ് ട്രീ വെക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നൊരു പോട്ടായിരുന്നു. അതിൻ്റെ നിറയെ കല്ലൊക്കെ, ഈ കല്ലല്ല, നമ്മളൊരു കല്ല് പുറത്തുനിന്ന് വറക്കേണ്ടി പറ്റും, അത് വെച്ചിട്ട് ഒന്ന് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്ന നമ്മളെ ഫ്ലോറൻസ ഗാർഡനിൽ പോകുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു വ്ളോഗിൻ്റെ അകത്ത് ഞാൻ അതിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് നമ്മളുടെ കുറേ 3-4 വ്ളോഗ്സൊക്കെ ഞാൻ അടുപ്പിച്ചിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ചലഞ്ച് ചെയ്ത വീഡിയോസ്, ചലഞ്ചൊക്കെ ഒരു മിനിറ്റ് ഷോർട്സ് വീഡിയോ ആയിരുന്നു. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഈ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനൊരു പാർട്ടീഷനായിട്ട് ചെയ്തിട്ടൊരു സെക്ഷനാണ്. അത് കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിലേക്ക് വരണം. ഈ ഒരു സെക്ഷനിൽ കണ്ടില്ലേ, വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കല്ലൊക്കെ അകത്തിട്ടുണ്ട്. പക്ഷേ ഈ ഫ്ലവർ ഉണ്ടോ, ഈ ഫ്ലവറിൽ നമ്മൾ പിടിച്ച് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോട്ടും താഴെ വരത്തില്ല. കാരണം എൻ്റെ അത് റെസിൻ വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്ന ഫ്ലവറാണ്. പിന്നെ ഇത് ഒറിജിനൽ ഫ്ലവർ പോലെ തന്നെ തോന്നുന്നു, കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ ഇത് വാടാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇതിൻ്റെ അകത്ത് ആക്ച്വലി ഒരു റോസായിരുന്നു. അത് ഞാൻ ഇതിനു മുന്നേ വ്ളോഗ്സിലൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതിൻ്റെ അകത്തുള്ള ആ റോസ് വാടിപ്പോയിട്ടുള്ളതുകൊണ്ട് തന്നെ ആ റോസ് മാറ്റിയിട്ട് ഇതിട്ട് വെച്ചിട്ട് റോസ് കളഞ്ഞു. പിന്നെ ഇത് കണ്ടല്ലോ, ഇതും ഫേക്ക് പ്ലാന്റ് തന്നെയാണ്. ഇതുപോലെ അതിൻ്റെ അകത്ത് റെസിൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷേ കല്ല് കിട്ടിയിട്ടില്ല. ഇതുപോലെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഇതും കണ്ടില്ലേ, അധികം കേടൊന്നും ആവാത്തതുകൊണ്ട് പിന്നെ ഇത് ഫേക്ക് പ്ലാന്റ് ആണെന്ന് തൊടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ലൈക്ക് ഒരു പ്ലാസ്റ്റിക് ഐറ്റം മെറ്റീരിയലാണ് ഇതെല്ലാം.
പക്ഷെ അത് കാണുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആയത്. ഇതൊരു ലോട്ടസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് ലോട്ടസിൻ്റെ യെല്ലോ കളറും അല്ലെങ്കിൽ ലോട്ടസ് ആണെങ്കിൽ ഇങ്ങനെ കളർ അതൊരു കളിക്കുമ്പോൾ എന്തൊരു സെൻസിറ്റീവ് ഒരു നല്ല ഭംഗി രസമൊക്കെ തോന്നുന്നുണ്ട്. ഇതും ഉണ്ടല്ലോ അതുപോലെയൊക്കെ തന്നെ ചെറിയൊരു പ്ലാന്റ്സ് തന്നെയാണ്. ഇതെല്ലാം അതുപോലെ തന്നെയാണ്. എനിക്കറിയാം നിങ്ങൾക്ക് ഈ വ്ളോഗെല്ലാം ബോറടിക്കുന്നുണ്ടെന്ന്. പക്ഷേ ഞാനിവിടെ വെറുതെ ഒന്ന് ബോറടിക്കുമ്പോൾ എനിക്ക് ചെയ്യാവുന്നില്ലാത്തത് ജസ്റ്റ് ഒന്ന് ചെയ്തതാണ്. സോ നമ്മുടെ ഇന്നത്തെ വ്ളോഗത്തിലുള്ള ബൈ ബൈ. അത് പറയുന്നതിന് മുന്നേ നമ്മൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങൾ ആരും എൻ്റെ വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അതെനിക്ക് സങ്കടപരമായൊരു കാര്യമാണ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ വ്ളോഗ്സ്. ബൈ.